നമ്മൾ ആദ്യമേ തന്നെ മിഡിൽ ഈസ്റ്റ് അഥവാ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. അതായത് ഹൂത്തികളെ അടിക്കാനുള്ള ആ ഒരു വിഷയത്തിൽ അതിരൂക്ഷമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ, UAE, ഇസ്രായേൽ, അമേരിക്ക, UK ഈ ഒരു 5 രാജ്യങ്ങൾ തമ്മിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സൊമാലി ലാൻഡിലുള്ള UAEയുടെ കീഴിലിരിക്കുന്ന ആ പോർട്ടിന്റെ സൈഡിൽ ഒരു ബേസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. UAEക്ക് അതിൽ യാതൊരുവിധ എതിർപ്പും ഇല്ല എന്നുള്ളതാണ് UAE പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിൽ UAEയുടെ ഡിപ്ലോമാറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE വിചാരിക്കുന്നത് നിങ്ങൾ സൊമാലി ലാൻഡിനടുത്ത് തന്നെ ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം, അഥവാ UAE റെക്കമെൻഡ് ചെയ്യാം സൊമാലി ലാൻഡിൽ തന്നെ പോർട്ട് അല്ലാതെ സൊമാലി ലാൻഡ് സ്വമേധയാ ഒരു സ്ഥലം ഇസ്രായേലിന് കൊടുക്കുന്നത് കണക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ള നിലപാടാണ് UAEക്കുള്ളത്. കാരണം ഈ ഹൂത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു ഹൂത്തികളെ ഇങ്ങനെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ബിഗർ പിക്ചറിൽ ഇവരൊക്കെ കൊടുക്കുന്നത് ഹൂത്തികൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ഉള്ള ആൾക്കാരാണ്, ഹൂത്തികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, ഇതുവരെ ഇസ്രായേൽ നേരിട്ടതുപോലെയുള്ള ഹെസ്ബുള്ളാക്കളെ പോലെയോ അഥവാ ഹമാസിനെ പോലെയോ അല്ലെങ്കിൽ ഈ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റന്റിനെ പോലെയോ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരല്ല ഹൂത്തികൾ. ഹൂത്തികൾ കുറച്ചുകൂടെ ബെറ്റർമെന്റ് ഉള്ള ആൾക്കാരാണെന്നാണ് വിലയിരുത്തൽ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഹെസ്ബുള്ള ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഒരു ഹമാസ് ആയിക്കോട്ടെ, ഈ ബാക്കിയുള്ള ഇതേപോലത്തെ ഈ ഒരു സ്പൈ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഈ പ്രോക്സി സംഘടനകൾ, ഇവരൊക്കെ സോ ആൻഡ് സോ ഇറാന്റെയും അതേപോലെ തന്നെ കുറച്ച് ഫണ്ടിങ് ചെയ്യുന്ന ആൾക്കാരുടെയും സഹായത്തോടു കൂടി മണി ഓറിയന്റഡ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് സംഘടനകളാണ്. കാരണം അവർക്ക് ഇവരുടെ, അതായത് ഈ കൺസിഡറബിളി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫണ്ട് വന്നാൽ മാത്രമേ അവർക്ക് സർവൈവൽ ഒരു സാധ്യതയുള്ളൂ. ഇതിൽ ഹിസ്ബുള്ള മാത്രമാണ് കുറച്ചൊരു അവർ സെൽഫായിട്ട് തന്നെ കുറച്ച് മണി റൊട്ടേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതായത് കിട്ടിയ ബ്ലാക്ക് മണി കൊണ്ട് അവർ മാർക്കറ്റിൽ ഇറക്കി ചില ബാങ്കിങ് സിസ്റ്റം ത്രൂ അവർ ജനങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് മേടിച്ച് ജീവിക്കുന്നു. ഏത് ഇൻട്രസ്റ്റ്? പലിശ മേടിച്ച് ജീവിക്കുന്നു. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ പലിശ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അവര് ആ രീതിയിലാണ്. ഈ ഖർദൽ ഹസൻ എന്ന് പറഞ്ഞ ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെയല്ലേ ഇസ്രായേൽ അടിച്ച് പൊട്ടിച്ച് കൈ കൊടുത്തത്. അപ്പൊ അവിടെയൊക്കെ സ്വർണ്ണങ്ങളും പണയം വെപ്പും ഇതേപോലെ പലിശയ്ക്ക് കൊടുക്കലും ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അവർക്ക് എന്തു ആവാം എന്നുള്ളതാണ്, നിയമമൊക്കെ ലംഘിക്കാം. അപ്പൊ അതിനൊന്നും ഉപാധികളൊന്നും ഇല്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ കോൺട്രാക്ട് ഹിസ്ബുള്ളാക്കൾക്ക് മാത്രമായിട്ട് പടച്ചോൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ്. അതായത് ഹൂത്തികൾക്ക് കുറച്ച്, അതായത് ജിഹാദ് ചെയ്യുന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ മേടിക്കാം എന്നുള്ളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. ഏത് തരത്തിലുള്ള ഉടായ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവർ ആ രീതിയിലൊക്കെ പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. എനിവേ, അതൊക്കെ ഇപ്പൊ ഇസ്രായേൽ അടിച്ച് പൊട്ടിച്ച് കൈ കൊടുത്തല്ലോ. ഒറ്റ ഖർദൽ ഹസൻ ബാങ്കിങ്ങിന്റെ ബിൽഡിംഗ് ലെബനാന്റെ ഉള്ളിൽ ഇപ്പൊ നിലവിലില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇസ്രായേൽ അതിനെ നിലം പരിശാക്കി കൊടുത്തത്. എന്തായാലും അതൊരു സൈഡിൽ നിൽക്കട്ടെ. നമ്മളിപ്പോ തിരിച്ച് ഹൂത്തിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഹൂത്തികളുടെ കാര്യം അതേപോലെ അല്ല. ഹൂത്തികളുടെ കാര്യം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് മണി സോഴ്സ് എന്ന് പറയുന്നത് ഇറാൻ മാത്രമല്ല. ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ അതല്ലാതെ തന്നെ അവർക്ക് കുറച്ചുകൂടെ അവർ സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. ആ കണ്ടെത്തുന്ന ഫണ്ടുകൾ എന്ന് പറഞ്ഞാല് ഈ റെഡ് സീ, ഗൾഫ് ഓഫ് ഏദൻ ആ രീതിയിൽ ആ റൂട്ടിൽ പോകുന്ന ഷിപ്പുകളെയൊക്കെ ഇവർ സ്മഗിൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് ഈ ഒരു വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള ആ ഒരു ആഫ്രിക്കൻ സൈഡിൽ നിന്നുള്ള ആയുധങ്ങൾ മൊത്തം കടത്തുകയാണ് ഇവർ. ആയുധക്കടത്ത്, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള കടത്തൽ പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് മൂലമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാൻഡ് നാച്ചർ, ഈ ഒരു യമൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ നാച്ചർ എന്ന് പറഞ്ഞാല് ഇത് ഏകദേശം ഒരു അഫ്ഗാനിസ്ഥാനുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ഡ്രൈ ലാൻഡ് മൗണ്ടൻ ആ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ലാൻഡ് നാച്ചറാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവര് വളരെ എളുപ്പത്തിൽ തന്നെ തുരങ്കങ്ങൾ മലയുടെ അടിയിലും അവിടെയൊക്കെ ഇങ്ങനെ തോണ്ടി വെച്ചിട്ട് തുരങ്കങ്ങൾ കുഴിച്ച് ഈ ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം ഇവർ സൂക്ഷിച്ചു വെക്കുന്ന, റോക്കറ്റും ബാലിസ്റ്റിക് മിസൈലുകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടെത്തി ഇതിനെ തച്ചുടയ്ക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ് ആണെന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതില് പ്രാഥമികമായിട്ട് ഇപ്പം, അതായത് ഈ പ്രാഥമികമായിട്ട് ഇസ്രായേലും ഈ അമേരിക്കയും കൂടെ ചേർന്ന് ചെയ്തില്ലേ കുറച്ച് അറ്റാക്കുകൾ. ആ അറ്റാക്കുകൾ വളരെ നിർണായകമായിട്ടുള്ള അറ്റാക്സ് ആണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല്, അതായത് ഈ ഒരു ടക്ക് ബോട്ട്സ്, അതായത് ഇസ്രായേൽ കൃത്യമായിട്ടും ആ റെഡ് സീയുടെ സൈഡിൽ കിടക്കുന്ന, ചെങ്കടലിന്റെ ഭാഗത്ത് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ കിടക്കുന്ന കൃത്യമായ പോർട്ടുകളെല്ലാം അറ്റാക്ക് ചെയ്തതും അതിന്റെ ടക്ക് ബോട്ടുകളെ അറ്റാക്ക് ചെയ്തതും ഇവര് ഈ ഒരു സ്മഗിൾ ചെയ്ത് ഈ ഒരു മെർച്ചന്റ് ഷിപ്പുകളെ കൊണ്ടുവന്ന് ഈ ടക്ക് ബോട്ടുകൾ കൊണ്ടുവന്നാണ് ഈ ഒരു കടലിന്റെ ഇവരുടെ തീരത്ത് ഇവരുടെ പോർട്ടിൽ അടുപ്പിക്കുന്നത്. അപ്പൊ അതിന് സാധ്യമാകാത്ത രീതിയിൽ ഇസ്രായേൽ കൃത്യമായിട്ട് ടക്ക് ബോട്ടുകളെല്ലാം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അവർ കടത്തൽ ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോ അടുത്ത് അമേരിക്ക ഒരു പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ അമേരിക്ക നിർണായകമായിട്ടുള്ള അവരുടെ ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻസ്, അതേപോലെ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എനർജി,
റീപ്രൊഡ്യൂസിംഗ് മേഖല, ഇവിടെ എല്ലാം ഇവരുടെ വെപ്പൺ മാനുഫാക്ചറിങ് ഇതൊക്കെ അമേരിക്ക എയിം ചെയ്ത് ഒന്നൊന്നായിട്ട് തകർക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു ഹൂത്തികൾക്ക് അവർ തന്നെ അവിടെ ആയുധം ഉണ്ടാക്കാനുള്ള സെറ്റപ്പും അവരുടെ അടുത്ത് ഉണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പൊ അതുപോലെ തന്നെ അമേരിക്ക വേറൊരു പ്ലാൻ ചെയ്യുന്നത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ യമനിലേക്ക് പോകുന്ന ട്രാൻസാക്ഷൻസ്, അതായത് സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ട്രാൻസാക്ഷൻസ് ബ്ലോക്ക് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതൊരു സൈഡിൽ ഇവരെ ഫിനാൻഷ്യലി ഇവരെ ഒന്ന് അൺസ്റ്റേബിൾ ആക്കാനും ആ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അപ്പൊ ആ പ്രാഥമിക ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ്, ഇസ്രായേലും ഈ ഹൂത്തികൾക്കുമുള്ള ഒരു ഡിസ്റ്റൻസ്, അത് ഒരു ചാലഞ്ചിങ് ഫാക്ടർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാനാണ് ഈ സൊമാലിലാൻഡില്, അതായത് ഈ ഒരു ഗൾഫ് ഓഫ് ഏദനില് കറക്റ്റ് ആയിട്ട് യമന്റെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ 2 ഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്നുണ്ട്. അതാണ് കൃത്യമായിട്ട് ഈ ഒരു യമന്റെ തൊട്ട് ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ഒരു ലാൻഡ്. അവിടെയാണ് ഇസ്രായേൽ ഒരു പോർട്ടിന് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബേസിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അഥവാ ഇസ്രായേൽ ശ്രമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അതിനുവേണ്ടി ഇപ്പൊ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം കുറെ നാൾ കൊണ്ടേ ഇസ്രായേലും ഈ ഒരു സൊമാലിലാൻഡും തമ്മിലുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതങ്ങോട്ട് പ്രോഗ്രസ്സിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം കുറച്ച് ഒരു പുതിയ ക്ലാഷ് ഉണ്ടാക്കണോ, ഇനി ഇസ്രായേലിന് ഒരു സ്ഥലം അവിടെ കൊടുത്ത് യമനുമായിട്ട് ഒരു വിരോധം ഉണ്ടാക്കണോ, അതായത് ഈ ഹൂത്തികളുമായിട്ട് ഒരു വിരോധം സമ്പാദിക്കണോ എന്നുള്ളതില് ഈ ഒരു സൊമാലിലാൻഡ് കുറച്ച് കൺസേൺഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ US ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. US ആകുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്, അവർ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ ഇസ്രായേലിനെ കൊണ്ട് ഈ ഒരു ഹൂത്തികളെ അടിച്ചൊതുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിരുപാധികം എല്ലാവരും കൂടെ പരാജയപ്പെടും. ഹൂത്തികളാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് നിരന്തരം മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കും. ഇസ്രായേലിനാണെങ്കിൽ ഡിഫൻസ് ടെക്നോളജി എങ്കിലും ഉണ്ട്. പക്ഷെ മറിച്ചാണെങ്കിലോ സൊമാലിലാൻഡിലോ അല്ലെങ്കിൽ ഇസ്രായേലിന് സ്ഥലം കൊടുക്കുന്ന ഏതെങ്കിലും ആ സൈഡിലുള്ള ഒരു രാജ്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ജിബോട്ടി അതേപോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജിബോട്ടിയിലേക്ക് കിട്ടാൻ പോകുന്നില്ല, എത്യോപ്യയിൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. സ്ഥലം കിട്ടണമെങ്കിൽ ആകെ സാധ്യതയുള്ള ഒരേ ഒരു ലാൻഡ് ഈ സൊമാലിലാൻഡാണ്. അപ്പൊ അങ്ങനെ സൊമാലിലാൻഡ് ഒരു ഡബിൾ മൈൻഡിലാണ് എപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ US-ന്റെ സൈഡിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ട്രംപ് മേളിൽ വരുന്ന, ഇപ്പൊ ട്രംപിന്റെ ഒരു ഗവൺമെന്റ് ട്രാൻസിഷനിലാണല്ലോ. അപ്പൊ ഈ സൊമാലിലാൻഡ് എന്നുള്ള ആ ഒരു രാജ്യത്തിന്റെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫേസ് ആണ് അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്, അവർക്കൊരു സെപ്പറേറ്റ് ഓട്ടോണമിയാണ് അവർ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് മേടിച്ച് നിൽക്കുന്നത്. പക്ഷേ ഗ്ലോബലി അവർക്കൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവര് അമേരിക്ക അടുത്ത് ഇപ്പോൾ പുഷ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അതായത് അവരിപ്പോ വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഫ്രീഡം തരൂ, ഞങ്ങളെ ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് അംഗീകരിക്കണം, അത് UN-ൽ ഒരു മെമ്പർഷിപ്പ് വേണം, സെപ്പറേറ്റ് രാജ്യമാണെന്ന് ഗ്ലോബലി അംഗീകരിക്കപ്പെടണം. അതാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്. അപ്പൊ അവര് ഒരു സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസിനുള്ള റിക്വസ്റ്റ് US-നെടുത്ത് റൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു 15 ഡേയ്സും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ 15 ഡേയ്സ് കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് പൊസിഷനിൽ വന്നതിന് ശേഷം ഇതിനുള്ള തീരുമാനം ഉണ്ടാവുന്നതാണ്. അല്ല അതിനു മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് മുമ്പ് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടികൾ, അതായത് ഈ ബൈഡൻ ഭരണകൂടം ഇതിനെ ഓൾറെഡി തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകാത്തത് ഈ ഒരു കരാർ. ഇപ്പൊ ബൈഡൻ ഭരണകൂടം ഈ സൊമാലിലാൻഡിന് ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് സൊമാലിലാൻഡ് ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആണ്, അതൊരു ഇൻഡിവിജ്വൽ സോവറൻ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവരിപ്പോഴും ഇൻഡിപെൻഡന്റ് സോവറൻ സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. സൊമാലിയയ്ക്കും സൊമാലിലാൻഡിനും സെപ്പറേറ്റ് ഓട്ടോണമിയാണ്. അവർ രണ്ടും ഒരു രീതിയിലുള്ള ബൈലോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അവർ സെപ്പറേറ്റ് ആണ്. 2 രാജ്യങ്ങളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ സൊമാലിലാൻഡ് എന്ന് പറയുന്നത് ഞാനിത് മാപ്പിൽ കാണിക്കാം, നിങ്ങൾ നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഞാൻ ഏത് രാജ്യത്തിനെ കുറിച്ചാണ്, ഏത് എർത്തിലെ ഏത് പോർഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാപ്പ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. അതിനകത്ത് സൊമാലിയ എവിടെയാണ്, സൊമാലിലാൻഡ് എവിടെയാണെന്ന് കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു കോർണറിൽ കിടക്കുന്ന 2 രാജ്യങ്ങളായിട്ടാണ് ഇത് മാറി, 2 രാജ്യങ്ങളായിട്ടാണ് ഇതിനെ മാറ്റിത്തിരിക്കേണ്ടത്. അതായത് സൊമാലിലാൻഡ്. അതിൽ സൊമാലിലാൻഡിലാണ് ഇസ്രായേലിന്റെ താല്പര്യം. കാര്യം വ്യക്തമായില്ലേ? അപ്പൊ ഈ സ്ഥലത്ത് ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൂത്തികളുടെ കാര്യത്തിന് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഹൂത്തികളെ കുറിച്ച് സംസാരിക്കും. ഹൂത്തികൾ മതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അതിൽ യാതൊരു മാറ്റമില്ല. അവന്മാര് മതം തിന്ന് തന്നെയാണ് ജീവിക്കുന്നത്, അതിൽ യാതൊരു മാറ്റമില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഇവര് ഷിയ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ഷിയ ഗ്രൂപ്പിൽ തന്നെ ഇവർ പ്രത്യേക സയ്യിദി എന്ന് പറഞ്ഞ ഒരു സെക്റ്റിൽ വരുന്ന ആൾക്കാരാണ്. ഇവര് ഒരു ട്രൈബൽ ഗോത്രമാണ്. ഇവർ ഷിയായുടെ കീഴിൽ വന്നാലും ഇവർ ട്രൈബൽ ഗോത്രമാണ്. അപ്പൊ ഇത് ഈ ഹൂത്തികളുടെ പ്രത്യേകമായിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇവരുടെ ബൈലോയിൽ തന്നെ ഉള്ളത്, ഇവർ വേറെ എവിടെയും പോയി ഇവർ ജിഹാദ് ചെയ്യത്തില്ല. ഇവരുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ എതിർക്കുക, അതായത് യഹൂദിനെ എതിർക്കുക, അമേരിക്കയെ എതിർക്കുക, അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഇവരുടെ ബൈലോ. ഇവർക്ക് വേറെ ഒരു ലക്ഷ്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ ലക്ഷക്കണക്കിനുള്ള മിസൈലുകൾ ഇവർ മലയടിവാരത്തിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് ഇവർ എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊണ്ടിരിക്കും.
ഇത് ആര് പോയി കണ്ടെത്തി, ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഗ്രൗണ്ട് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ ഇത് ഹിസ്ബുള്ളയെ പോലെ ഇവരെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ്, വളരെ അനിവാര്യമാണെന്നാണ് ഈ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഞാൻ ഒരുപാട് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഗ്രൗണ്ട് ഓപ്പറേഷൻ ആണ് ഹൂത്തികൾക്കെതിരെ ഫലപ്രദമായി അവരെ നേരിടാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ. അതായത് ഇപ്പൊ ഈ ഒരു എയർ സ്ട്രൈക്ക് ഇല്ലേ, നമ്മൾ എത്ര എയർ സ്ട്രൈക്ക് നടത്തിയാലും ഇവരിങ്ങനെ മിസൈൽ വിട്ടോണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു നേച്ചർ. കാരണം ഇതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഈ സൗദി അറേബ്യ അവരെ അറ്റാക്ക് ചെയ്തു, എത്ര നാള് അവിടെ പോയി മത്സരിച്ചു. UAE എത്ര നാൾ അവിടെ പോയി മത്സരിച്ചു. അതുപോലെ തന്നെ പാകിസ്ഥാൻ, UAE, സൗദി അറേബ്യ 3 പേരും കൂടെ ചേർന്ന് എത്രയോ നാളുകൾ അവിടെ പോയി മത്സരിച്ചിട്ടും അവർക്കൊന്നും സാധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു സൗദി അറേബ്യ, UAE, ഇസ്രായേൽ, അമേരിക്ക, UK ഇവരുടെയൊക്കെ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ നിലപാടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഈ അറേബ്യ എന്നാണ് ആ നാടിന്റെ പേര്. ഈ സൗദ് എന്ന് പറയുന്നത് അതിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടത്തിന്റെ ആ ഒരു രാജകുടുംബത്തിന്റെ പേരാണ് സൗദ്. ആ സൗദ് രാജാവിന്റെ പേരിലാണ് ഈ സൗദ് എന്നുള്ള പേര് അതിനകത്ത് മുന്നിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് സൗദി അറേബ്യ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് വെറും അറേബ്യ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ സൗദി അറേബ്യ എടുക്കുന്ന നിലപാട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗദി അറേബ്യ എടുക്കുന്ന നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ കുറച്ചൊരു ട്വിസ്റ്റഡ് ആണ്. സൗദി അറേബ്യ എപ്പോഴും ഒരു ഡബിൾ മൈൻഡഡ് ആണ് നിൽക്കുന്നത്. കാരണം ഈ ഹൂത്തികൾക്കെതിരെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ലോങ് ടേം വാറിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. രണ്ടാമത് ഇവരെ അടിക്കാൻ പോയിട്ട് ഇസ്രായേൽ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇവർ അമേരിക്കയുടെ സ്വഭാവം കാണിച്ച് ഇവർ പകുതിക്ക് പിൻവലിഞ്ഞെങ്ങാനും ഹൂത്തികളുമായിട്ട് ഒത്തുതീർപ്പാക്കി ഒതുങ്ങി പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പൊ അങ്ങനെ ഇവർ പിൻവലിഞ്ഞാലും സൗദിക്ക് അടി കിട്ടും, ഇവർ പിൻവലിഞ്ഞില്ലെങ്കിലും പരാജയപ്പെട്ടാലും സൗദിക്ക് അടി കിട്ടും. അപ്പോൾ അവിടെ പോകുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സൗദി മുന്നോട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള നിലപാടാണ് സൗദി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സൗദിക്ക് പാലസ്തീൻ, 2 സ്റ്റേറ്റ്, ഗാസ അതൊന്നും ഇപ്പൊ ഒരു വിഷയമേ അല്ല. സൗദിക്ക് ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ പ്രൈമറി ടാർഗറ്റ്, അതായത് സൗദി ഇപ്പം ഇസ്രായേലിന്റെ കൂടെ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 6-7 മാസം കഴിയുമ്പം ഈ ഹൂത്തികൾ സൗദി അറ്റാക്ക് ചെയ്യും, ഉറപ്പാണ്. കാരണം അവർക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിയാക്കളുടെ യഥാർത്ഥ ലക്ഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സൗദി അറേബ്യയിലുള്ള മക്ക എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുന്ന കഅബ എന്ന് പറഞ്ഞ സുന്നി മുസ്ലിംസിന്റെ ആരാധനാലയം തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പരമോന്നത ലക്ഷ്യം. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സൗദി അറേബ്യക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് കൂടണം എന്നുള്ളത്. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ സക്സസ് റേറ്റ് എത്രയാണെന്നുള്ളതാണ് സൗദി അറേബ്യ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ എന്തിനാണ് ഈ ഹൂത്തികളെ കുറിച്ച് ഇത്രമാത്രം പറയുന്നത്. ഈ ഹൂത്തികളെ കുറിച്ച് ഇത്രമാത്രം പറയാൻ ഇത് ഹിസ്ബുള്ളയെ പോലെയോ അല്ലെങ്കിൽ ഗാസയെ പോലെയോ ഉള്ള വിഷയമല്ല ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും വീട്ടിൽ വെക്കുന്ന ചോറിന്റെ അരിയുടെ വില വരെ ഇവമാർക്ക് കൂട്ടാൻ കഴിയും എന്നുള്ളതാണ്. അതായത് 10% ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഈ ഒരു വാർ തുടങ്ങിയതിനു ശേഷം ഈ ഹൂത്തികളെ കൊണ്ട് മാത്രം ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 10% ഇവര് കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് ഇൻഫ്ലേഷൻ കൂട്ടി തന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇവർ മെർച്ചന്റ് ഷിപ്പുകളെ വളച്ചിടും. ഈ മെർച്ചന്റ് ഷിപ്പുകളെ ഇവര് കടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത്, ഈ മെർച്ചന്റ് ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചരക്ക് കടത്തുന്ന ഒരു ഫ്രൈറ്റ് സർവീസ്. ഈ ചരക്ക് കടത്തുന്ന ഈ ഫ്രൈറ്റ് സർവീസ് ആണ്. ഈ ഫ്രൈറ്റ് സർവീസിന്റെ ചാർജസ് മൊത്തം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ ചാർജ് വർദ്ധിക്കുന്നതിൽ പരമാവധി വരുന്നത് എന്താണ്, ഇൻഷുറൻസ് കോസ്റ്റ് പീക്കായിട്ട് പോവാണ്. കാരണം എന്താണ്, കാരണം അതുവഴി യാത്ര ചെയ്യുമ്പോൾ ത്രെട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 100% അപകടമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കമ്പനി അതിലൂടെ കപ്പൽ ഓട്ടിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈ ഇൻഷുറൻസ് വേണമല്ലോ. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്നെങ്കിൽ അവർ നല്ല രീതിയിലുള്ള പ്രീമിയം ചാർജ് ചെയ്യും. നമ്മളുടെ ബോഡിക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്, അതുപോലെ തന്നെ പ്രീ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇൻഷുറൻസിന് പ്രീമിയം കൂടും. നമ്മളൊരു അസുഖബാധിതനായിട്ട് പോയി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളുടെ പ്രീമിയം കൂടും, സ്വാഭാവികം. അതുപോലെ തന്നെയാണ് കപ്പലിനും ഈ ഒരു ചാർജ് കൂടുന്നത്. കാരണം അവര് സാധനം കൊണ്ടുവരുമ്പോൾ അവർക്ക് അപകടമുണ്ട് എന്ന് അവർക്ക് മുന്നറിയിപ്പുണ്ട് ഓൾറെഡി. ആ വഴി അപകടകരമാണ്. ഇനി അഥവാ ആ വഴി ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പോഴും ചാർജ് ഇതിലും ഇരട്ടിയാവുന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിന് ഹൂത്തിയെ കുറിച്ച് ഇവൻ സംസാരിക്കുന്നു എന്നുള്ളതിലെ ചിന്തിക്കരുത്. ഹൂത്തികൾ നമ്മുടെ വീട്ടിലെ ഓരോ സാധനത്തിന്റെയും വില കൂട്ടാൻ, ഇൻഫ്ലേഷൻ കൂട്ടാൻ ഇവരതിനൊരു കാരണകർത്താക്കളാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം പറയുന്നത്. അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞ ഇതേപോലത്തെ ചില മണ്ടത്തരങ്ങളും ചില അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ് ഈ ഹൂത്തികൾ. ഈ ഒരു ട്രൈബൽ ഗോത്രം ഇവർ കൃത്യമായിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഗ്രൗണ്ട് ഫോഴ്സ് അവിടെ ഇറക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പം പിന്നാമ്പുറത്ത് നടക്കുന്നത്. ആ ചർച്ചയിൽ നല്ലൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹൂത്തികൾക്കെതിരെ നല്ലൊരു പണി കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവർ വലിയ വിദഗ്ധരാണെന്നൊന്നുമല്ല, അവർ വലിയ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അങ്ങനെയൊന്നുമില്ല. അവരുടെ കയ്യിൽ കുറെ മിസൈൽസ് ഉണ്ട്, അവർക്ക് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള സാമഗ്രികൾ അവരുടെ അടുത്തുണ്ട്. അവർ ഈ മലകളിൽ തുരങ്കങ്ങൾ കുഴിച്ച് അതിനകത്ത് വെച്ച് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എത്ര എയർ സ്ട്രൈക്ക് ചെയ്താലും ഈ മലകളുടെ അടിയിലൊക്കെ പോയി എയർ സ്ട്രൈക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പൊ അവിടെയൊക്കെ ബങ്കർ ബസ്റ്റർ എത്ര ഇട്ടാലും
പോവാത്ത രീതിയിലുള്ള മലയുടെ അടിവാരത്തൊക്കെ ഇവർ തോണ്ടി വെച്ചിരിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചില ക്രിട്ടിക്കൽ സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ മൊസാദ് തന്നെയാണ് ഇതൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ അറ്റാക്കിംഗ് ചാൻസസ്, അതായത് അറ്റാക്ക് ചെയ്താലും സക്സസ് റേറ്റ് വളരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് നമ്മളൊരു എയർ സ്ട്രൈക്ക് ചെയ്താലും അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ബംബാർഡ്മെന്റ് നടത്തിയാൽ തന്നെയും സക്സസ് റേറ്റ് വളരെ കുറവാണെന്നാണ് മൊസാദ് തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിലയിരുത്തിയിട്ട് വന്ന റിപ്പോർട്ടാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതിൽ അടുത്ത് നമ്മൾ ജസ്റ്റ് സിറിയയിലോട്ട് പോവാണ്. നമ്മൾ സിറിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിറിയയിലെ HTSന്റെ ലീഡർ ജൊലാനി ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ HTS പിരിച്ചുവിടുകയാണ് കേട്ടോ, ഡിസോൾവ് ചെയ്യുമെന്നാണ് പറയുന്നത്. 4 വർഷം അയാൾക്ക് സമയം വേണത്രേ. 4 വർഷം കഴിയുമ്പോൾ അയാൾ ഇത് പിരിച്ചുവിട്ടിട്ട് അവിടെ സിറിയയിൽ ഇലക്ഷൻ നടത്താൻ പോകുന്നു. ഇലക്ഷൻ നടത്തി ഡെമോക്രാറ്റിക് രീതിയിൽ ഒരു ഭരണകൂടം അവിടെ സ്ഥാപിക്കാൻ പോവാണെന്നാണ് ജൊലാനി പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല തീരുമാനമാണ്, ഇല്ല എന്ന് പറയുന്നില്ല, അപ്രീഷിയേറ്റഡ് ആണ്. ആ നാടിന്റെ നിയമക്രമങ്ങൾ, ശരീഅത്ത് ലോ, ഇതൊക്കെ ഏത് രീതിയിൽ കൊണ്ടുവരണം, ഇതിൽ വെള്ളം ചേർക്കണോ വെള്ളം ചേർക്കാതിരിക്കണോ, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അത് പിന്നീട് അതിന്റെ മറുപടി ജനങ്ങൾ കൊടുത്തോളും. പക്ഷെ എന്നാലും ഡെമോക്രസി വരണം, അവിടെ ഇലക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് എന്റെ നെഗറ്റീവ് വശം. ഈ ഒരു ഡെമോക്രസി വരുമ്പോഴത്തേക്ക് അവിടെ ഡെമോക്രസി അവിടെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിക് നിലപാടുള്ള ഈ സംഘടനകൾ അവിടെ ഉണ്ട്. ഈ സിറിയക്കുള്ളിൽ തന്നെ ഈ 2I-ഉം 2S-ലും ഉള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഇവരൊക്കെ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. കാരണം ഈ 2I-ഉം 2S-ന്റെ ആൾക്കാരുടെ നിലപാട് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതായത് ഒരു മത നേതാവ് രാജ്യം ഭരിക്കണം എന്നുള്ളതാണ് ജിഹാദിന്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു മതപണ്ഡിതൻ, ഒരു മതപുരോഹിതൻ തന്നെ, ഒരു ഖലീഫ തന്നെ രാജ്യം ഭരിക്കണം. അതാണ് ഈ ഒരു 2I-ഉം 2S-ഉം മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ വോട്ടിട്ട് ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് വേണമെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവർക്ക് വേണമെങ്കിൽ 2 ജിഹാദികളായിട്ടുള്ള 2 ഖലീഫമാരെ ഇവർക്ക് സ്ഥാനാർത്ഥികളായിട്ട് നിർത്താം. അപ്പൊ അതിൽ വോട്ടിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരുമല്ലോ, അയാൾ ഖലീഫ തന്നെ ആയിരിക്കും. ആ രീതിയിൽ ചെയ്യാമല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് ഇറാനിൽ ഇപ്പൊ ഒരു സുപ്രീം ലീഡർ എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുന്നതിന് പകരം ഇപ്പൊ 2 സുപ്രീം ലീഡർ, ആയത്തുള്ള ഖൊമൈനി, അതേപോലെ വേറൊരു ഖലീഫ, വേറൊരാള്, ഈ 2 ആൾക്കാരെയും ഇലക്ഷനിൽ വിട്ട് മത്സരിപ്പിച്ചിട്ട് ഒരാളെ സുപ്രീം ലീഡർ ആക്കാമല്ലോ. അത് അവിടെ നടക്കുന്നില്ല, മനസ്സിലായോ? അപ്പൊ ഇവര് ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുവരും. ഇവർക്ക് വേണമെങ്കിൽ 2 ഖലീഫമാരെ ഇലക്ഷനിൽ നിർത്താം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വിജയിച്ചു വരുന്നത് ഒരു ഖലീഫ ആയിരിക്കും. അപ്പോഴും ഖലീഫ തന്നെയാണല്ലോ റൂൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാ തവണയും ഓരോ 5 വർഷം കൂടുമ്പോഴത്തേക്കും ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾക്കാരെ ഖലീഫയായിട്ട് തന്നെ നിർത്തുക, അത് മതിയാവും. അപ്പൊ ഏത് രീതിയിലായാലും, അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഏത് സാഹചര്യത്തിലും ഇവിടെ വോട്ട് കൊണ്ടുവന്ന് ഡെമോക്രസി കൊണ്ടുവന്നാലും, ഇവിടെ ഡെമോക്രസി കൊണ്ടുവന്നില്ലെങ്കിലും, ഈ മേളിലിരുന്ന് തീരുമാനിക്കുന്ന ആൾക്കാർക്ക് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നില്ലേ, ഈ ഡീപ് സ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഞാൻ പറഞ്ഞ പരിപാടിയാണ് ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡീപ് സ്റ്റേറ്റ് ചെയ്യും. അവർക്ക് ആരെ നിർത്തണം എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ നിർത്തി അത് നിയന്ത്രിച്ച് കൊണ്ടുപോയിക്കോളും. പക്ഷെ അപ്പോഴത്തേക്കും വെളിയിൽ വെസ്റ്റേൺ വേൾഡിലൊക്കെ ഒരു മാതൃകയായി, ആ ഡെമോക്രസി കൊണ്ടുവന്നു, വോട്ടായി, അതായി, ഓക്കെ ഫൈൻ, അവിടെ ഒരു പ്രോസസ്സ് നടന്നു, വോട്ടിട്ടു, ഇലക്ഷൻ ഉണ്ട്, ഡെമോക്രസിയാണ്, അവർക്ക് മതി, ആ രീതിയിൽ പോവാം. പക്ഷെ ഇനി എക്സാക്ട്ലി ഇപ്പൊ ഈ ജൊലാനി മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡെമോക്രസി രീതിയിൽ ഇവർ വോട്ടിട്ട് പലർക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ചോദ്യം വരുന്നത് ജർമ്മനിയുടെ ഭാഗത്തു നിന്നാണ്. കാരണം ജർമ്മനി ഈ ഇപ്പൊ ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബില്ലുണ്ട്, ഈ റെഫ്യൂജികളെ സിറ്റിസൺ കൊടുക്കുന്ന ഒരു ബില്ല്. ആ ബില്ല് നിരുപാധികം അവർ തടയും. കാരണം ജർമ്മനിയിൽ ഓൾറെഡി തന്നെ അവിടുത്തെ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവിടെ ഇലക്ഷൻ ഫെബ്രുവരിയിൽ നടക്കും. പുതിയ സർക്കാർ വരും. അവിടെ പുതിയ സർക്കാർ ജർമ്മൻ നാഷണാലിറ്റിയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ ഒറിജിനൽ ജർമ്മനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാർ റൈറ്റ് പൊസിഷൻ എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ വരാൻ പോകുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ നാഷണാലിറ്റി കൊടുക്കുന്ന, അതായത് ഈ റെഫ്യൂജീസിന്, ഈ ഒരു അറബ് റെഫ്യൂജികൾക്ക് നാഷണാലിറ്റി കൊടുക്കുന്ന പരിപാടി അവരങ്ങ് തടയും. അവർ തടയുമ്പം ഇവിടെ ഡെമോക്രസിയാണ് വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തള്ളിക്കയറ്റം ഇങ്ങോട്ടുണ്ടാവും. ഇപ്പൊ ഈ ജർമ്മനിയിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങളും ഇതേ മാർഗം പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുപോയ ആൾക്കാരിൽ നല്ലൊരു ശതമാനം ഈ തീവ്രവാദികൾ തിരിച്ച് സിറിയയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് ഇത് മാറിക്കഴിയുമ്പം തീർച്ചയായിട്ടും സിറിയയിൽ വന്ന് കയറുന്ന ആൾക്കാരെ ഇവർക്ക് തടയാൻ കഴിയില്ല. കാരണം ഡെമോക്രാറ്റിക് രാജ്യത്ത് വന്നിട്ട് പിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഡെമോക്രാറ്റിക് രാജ്യത്ത് ഒരു സ്വതന്ത്രമായിട്ട് ഒരാൾ വരുന്നതിനെ തടയാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും തീവ്രവാദികൾ കൂടുതൽ ചേക്കേറും. ഏത് രീതിയിൽ നോക്കിയാലും സിറിയയുടെ അൺസർട്ടനിറ്റി ഒരു സമീപ ഭാവിയിൽ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഇപ്പൊ ഈ പുതിയ റെജീം വന്നു ഭരണത്തിൽ കയറി ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് പരിപോഷിപ്പിച്ച് ഇവരെ ഒന്ന് മോഡേണൈസ് ചെയ്ത് ഒരു മോഡേൺ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂറോപ്പ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ കൺട്രീസ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, പല രാജ്യങ്ങളും ശ്രമിക്കുന്നത്. പക്ഷേ ഇവർക്ക് അതിൽ നിന്നും
ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില മത നിലപാടുകളുണ്ട്, അതിൽ നിന്നും ഒളിച്ചോടാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിന്റെ ഒരു പോരായ്മയാണിത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ ബംഗ്ലാദേശിലേക്ക് വരുന്നതാണ്. ബംഗ്ലാദേശിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ന് US സെനറ്റിൽ ഒരു കോൺഗ്രസ്മാൻ, ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ഒരാൾ തന്നെയാണ്, റിപ്പബ്ലിക്കൻ അല്ല, അയാൾ ഒരു ഡെമോക്രാറ്റിക് പാർട്ടി ആള് തന്നെയാണ്. ഇന്ത്യൻ ഒറിജിൻ ആണ്. പുള്ളിയുടെ പേര് ശ്രീ താനേദാർ എന്നാണ് പുള്ളിയുടെ പേര്. താനേദാർ, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, താനേദാർ. ഈ ശ്രീ താനേദാർ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അത് സെനറ്റിൽ പുള്ളി പറഞ്ഞത്, US കോൺഗ്രസിൽ പുള്ളി പറഞ്ഞത്, അതായത് ബംഗ്ലാദേശിനെതിരെ ഈ ഒരു മൈനോറിറ്റി ക്രൈസിസിനെ ചൊല്ലിയുള്ള ആക്ഷൻ എടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും US ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു വാർണിംഗ് ആണ് പുള്ളി കൊടുത്തത്. അത് കൂടാതെ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി ഇയാൾ പ്രൊട്ടസ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അത് US ഈ ഒരു ബൈഡൻ ഗവൺമെന്റിനെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു പുതിയ സജഷൻ അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ സജഷൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ജയശങ്കർ ഇപ്പൊ അമേരിക്കയിലുണ്ട്. അപ്പൊ അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സുലിവൻ വീണ്ടും ഈ യൂനസ്, അതായത് താൽക്കാലിക കാവൽക്കാരനായിട്ടുള്ള ഈ ഒരു ബംഗ്ലാദേശിലെ യൂനസിനെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. US NOI ആയിട്ട് ബംഗ്ലാദേശിനെ പ്രതിനിധീകരിക്കുന്നത് ഡൊണാൾഡ് ലൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ ഡൊണാൾഡ് ലൂവിന് അത്ര പോരാ, അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇയാൾ കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൺവേ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അയാൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് നമ്മുടെ ഒബാമ സൈഡിൽ നിന്ന്, ആ ഒരു സൈഡിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഫോഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അയാൾ വലിയ ആക്റ്റീവ് അല്ല. അപ്പൊ എന്തായാലും ജേക്ക് സുലിവൻ വീണ്ടും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ അമേരിക്കയുടെ ഒരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ബോർഡറുകളിൽ ഈ മൈനോറിറ്റീസിനെ കൊണ്ടിരുത്തുക എന്നുള്ളതാണ്. ഇതിന് ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിന്റെ ഒരു അർത്ഥം ജയശങ്കർ US ഉള്ളതും അതിന്റെ ഒരു അർത്ഥം തന്നെയാണ്, അതിന്റെ ഒരു കാരണം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതില്ല, പക്ഷേ ഇന്ത്യ മൈനോറിറ്റിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബോർഡറിൽ ഈ മൈനോറിറ്റികളെ കൊണ്ട് കുടിയിരുത്തുക, എന്നിട്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് വിടുക. സെപ്പറേറ്റ് രാജ്യമല്ല, ഒരു ഓട്ടോണമി. നിങ്ങൾക്ക് ശരിയാണല്ലോ വേണ്ടത്. അപ്പൊ ഇവർക്ക് ശരിയായിട്ട് ആവശ്യമില്ലല്ലോ. നിങ്ങൾ ശരിയാ ലോ പ്രകാരം നിങ്ങൾ ജീവിച്ചോ, ഇവര് സെപ്പറേറ്റ് ഓട്ടോണമിയിൽ ഇവർ ജീവിക്കട്ടെ. അപ്പൊ അവിടെ ഒരു ബോർഡർ പ്രശ്നം ഉണ്ടാവത്തില്ല, അവിടെ കുറച്ച് സെക്യൂർ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ മൈനോറിറ്റി ക്രൈസിസ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഗ്ലോബൽ കൺട്രീസിന് അതിനകത്ത് ഇടപെടാനും മോണിറ്റർ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. വേണ്ടി വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന് തന്നെ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇടുകയും ചെയ്യാം, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. ആ രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. ഈ പ്രൊപ്പോസൽ ഒരു പക്ഷേ ട്രംപ് സർക്കാർ വരുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് പൊലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് നടപ്പാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വേറൊരാൾ ഇതിനെ തടയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയ്ക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോ ട്രംപ് വന്നാൽ തന്നെയും കൃത്യമായിട്ട് ഷെയ്ഖ് ഹസീനയുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെ തൽക്കാലം ഈ ഒരു 15 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻസ് ഒക്കെ എനിക്ക് കാണാൻ കഴിയുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരണം എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ആ ഒരു സെറമണി, ഒരു ഇനോഗ്രേഷൻ സെറമണി ഒന്ന് കഴിയണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കൃത്യതയോടുകൂടി പറയാൻ കഴിയുള്ളൂ. അടുത്തൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ തടവറയിൽ ഹമാസ് ഇങ്ങനെ ഈ ഹോസ്റ്റേജസ് ആയിട്ട്, അതായത് ഈ ഒരു ബന്ദികളായിട്ട്, അതേപോലെ തന്നെ ഈ ഒരു ഹമാസിന്റെ സംഘടനകളിൽ ചേർന്ന് ഈ ഒരു ഫൈറ്റിങ്ങിനൊക്കെ വരാത്ത, തീവ്രവാദ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഇവരെന്താണ് ചെയ്യുന്നുള്ളതിന്റെ ഒരു UN നിന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് യുണൈറ്റഡ് നേഷൻസിന് ഒരാൾ മൊഴി കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഹമാസിന്റെ പീഡനം അനുഭവിച്ച ഒരാള് മൊഴി കൊടുത്തതിന്റെ പേരിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇവര്, അതായത് ആണായാലും പെണ്ണായാലും, ഇവര് ഫോഴ്സ്ഫുള്ളി അവിടെ തന്നെ, അതായത് ആ രണ്ട് ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് ബന്ദികൾ തമ്മിൽ ഇവര് ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുമെന്ന്, ഫോഴ്സ്ഫുള്ളി ചെയ്യണമെന്ന് നിർബന്ധിച്ച് ആ രീതിയിൽ അവരെ പീഡിപ്പിക്കും എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഈ ഒരു വ്യക്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് അതിക്രൂരമായ മർദ്ദനം തലകുത്തനെ കെട്ടി തൂക്കിയിട്ടുള്ള പീഡനം, അങ്ങനെ തലകുത്തനെ കെട്ടി തൂക്കിയിട്ടിട്ട് വടി കൊണ്ട് അടിക്കുന്ന പീഡനം, ഏറ്റവും കൂടുതൽ ഈ ഒരു വിചിത്രമായ രീതികളിലുള്ള ലൈംഗികതയെക്കുറിച്ചുള്ള പീഡനമാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് അവർ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ആ പേപ്പർ കട്ടിങ് ഞാനവിടെ വെക്കാം, അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതിനെ വായിച്ച് മനസ്സിലാക്കിക്കോളൂ. അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് അദാനി പോർട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് 450 കോടി വർത്തുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, 8 ടഗ് ബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഓർഡറാണ്. ടഗ് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഷിപ്പിനെ ആ ഒരു പോർട്ടുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടുകളാണ്. ചിലപ്പോൾ ഷിപ്പിന്റെ ലെങ്ത് അനുസരിച്ച്, ഈ ഒരു മെർച്ചന്റ് ഷിപ്പിന്റെ ലെങ്ത് അനുസരിച്ച് ഒരു 2-3 ടഗ് ബോട്ടുകൾ പോയിട്ടാണ് ഇഞ്ചിൻ ഓഫായി അഴിമുഖത്ത് കിടക്കുന്ന ആ ഒരു കപ്പലിനെ
മെർച്ചന്റ് ഷിപ്പിനെ കരയോട് അടുപ്പിക്കുന്നത്, പോർട്ടിൽ അടുപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടാണ് ഈ ടഗ് ബോട്ട് എന്ന് പറയുന്നത്. ഈ ടഗ് ബോട്ടിന് വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് 8 ടഗ് ബോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നു. 450 കോടി വർത്ത് വരുന്ന ഈ ഒരു പ്രോജക്റ്റ് 2026 മുതൽ 2028 ഈ ഒരു 8 ടഗ് ബോട്ടുകളും ഡെലിവറി ചെയ്യേണ്ടതാണ്. ഇത് വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്. എഗ്രിമെന്റ് ഒക്കെ സൈൻഡ് ആണ്. ഇത് ഓൾറെഡി പ്രോജക്ട് സ്റ്റാർട്ടഡ്. ആ രീതിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ് യാർഡിന് വളരെ നല്ലൊരു ഓർഡറാണ്. അപ്പൊ തികച്ചും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹൂതികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഹൂതികളുടെ ഒരു ഡീപ്പ് സ്റ്റഡിയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ഞാൻ ചെയ്തത്. അപ്പൊ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.